പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഡോക്ടർ കുൽക്കരണി മറുപടി നൽകുന്നു. ആദ്യത്തെ രോഗി ആരാണെന്ന് നോക്കാം. നമസ്കാരം ഡോക്ടറെ, ഞാൻ വിജയൻ. എന്താണ് വിജയ? ഡോക്ടറെ, എനിക്ക് പട്ടിയെ കാണുന്നതേ പേടിയാ. അതിന് പട്ടീനെ കാണാതിരുന്നാ പോരെ വിജയ? അല്ല ഡോക്ടറെ, ഞാൻ പോലീസിലാ. സാറേ, ഞാനിപ്പോ പഴയതോലെ മോഷണമൊന്നുമില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നെ ഞാൻ ഒരു അലമ്പിനും പോയിട്ടില്ല. പട്ടിപ്പേടി ഒന്ന് കൗൺസിൽ ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ? സോറി മിസ്റ്റർ വിജയൻ, ഞാൻ ഇതുവരെ പട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടില്ല. അയ്യോ, കൗൺസിലിംഗ് പട്ടിക്കല്ലോ സാറേ, എനിക്ക്. വിജയ, ഇതിന് ഒറ്റ മരുന്നേ ഉള്ളൂ. കുറച്ച് ഫൂരിടാൻ മേടിച്ച് പട്ടിക്ക് കൊടുക്കുക. പട്ടി ഇത് കഴിച്ചാൽ എന്റെ പേടി എങ്ങനെ പോകും സാറേ? പേടി പോകത്തില്ല, നാശം പിടിച്ച പട്ടികൾ പോയി. ഒരിക്കുന്ന ചോദ്യമായിട്ട് രാവിലെ വരിക. അടുത്ത പേഷ്യന്റ് ആരാണെന്ന് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാം അല്ലേ? അതെ, ആരാണ്? ഡോക്ടറെ, അങ്ങന്റെ നാട്ടില് വന്ന എല്ലാരെയും ഒന്ന് കൗൺസിൽ ചെയ്യണം. എല്ലാരും കൗൺസിൽ ചെയ്യാൻ എന്തുമാത്രം പ്രശ്നമാണ് നാട്ടുകാർക്ക്. ഇവന്മാർക്കൊന്നും മഹാകവികളെ അംഗീകരിക്കാൻ അറിയത്തില്ല. മഹാകവി എന്ന് പറയുമ്പോ വയലാറാണോ ONV ആണോ? ഇവര് രണ്ടുപേരും അല്ല. മഹാകവി കടുവാക്കോയി, അതായത് അതിനാണ്. ഡോക്ടർ, താങ്കളെന്റെ കവിതകളൊന്നും കേട്ടിട്ടില്ല. ഞാൻ ഈ ചവറൊന്നും കേൾക്കാറില്ല. ഡോക്ടർക്ക് വേണ്ടി ഞാൻ എന്റെ കവിത ഒന്ന് ആലപിക്കാം. കുയിലേ കുയിലേ കൂടെവിടെ, കൂട്ടിന്റെ അകത്തൊരു കുഞ്ഞമ്മ, കുഞ്ഞിന് തീറ്റയ്ക്ക് കുഞ്ഞമ്മ, കുട്ടിക്കുയിലിന്റെ കുഞ്ഞമ്മ. ഹലോ ഹലോ മിസ്റ്റർ കടുവാക്കുഴി, ഇതിന് മരുന്ന് വേണോ കൗൺസിലിംഗ് വേണോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതിനുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ കൊടുക്കണ്ട. അടുത്ത പേഷ്യന്റ് ആരാണെന്ന് നോക്കാം. ഞാൻ ഡേവിഡ് ഏലിയാസ് ബെഞ്ചമിൻ ഡിസൂസ. എപ്പിസോഡിന്റെ 1/2 മണിക്കൂർ പോയല്ലോടോ ഡേവിഡ്. എന്താ തന്റെ അസുഖം? ഡോക്ടർ, ഞാനൊരു അധോലോക രാജാവാണ്. എന്റെ പേര് കേട്ടാൽ ബോംബ് വിറയ്ക്കും. ഓക്കെ ഡേവിഡ്, വിറയിലുള്ള മരുന്ന് ഞാൻ പറഞ്ഞു എഴുതിക്കോ. ഡോക്ടർ, വിറയലല്ല എന്റെ പ്രശ്നം, എനിക്ക് ഭാര്യ പേടിയാണ്. ഭാര്യ നിങ്ങളെ തല്ലാറുണ്ടോ? ഉണ്ട് ഡോക്ടർ, അറഞ്ചം പുറഞ്ചം തല്ലാറുണ്ട്. സെയിം പിച്ച്. ഈ ഭാര്യ പേടി മാറി എനിക്ക് അവളെ തിരിച്ചു തല്ലണം. അധോലോക രാജാക്കന്മാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ദാവൂദും ഛോട്ടാ സിംഗും എന്നെ ട്രോളി കൊല്ലുന്നു. നാണക്കേട് സഹിക്കാൻ വയ്യാണ്ട് പലവട്ടം സ്വയമായിട്ട് വെടിവെച്ച് മരിക്കാന്ന് വിചാരിച്ചതാ. എന്നിട്ടെന്താ ചാവാത്തത്? മരണത്തിന് പേടിയാണോ? മരണത്തിന് എനിക്ക് ഭയമില്ല ഡോക്ടർ, പക്ഷെ ആ വെടിശബ്ദം കേട്ടാൽ ഞാൻ ഉറക്കത്തിൽ പോലും മൂത്രമൊഴിച്ചു പോകും. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട ഡേവിഡ്, കയ്യില് തോക്കണ്ടല്ലോ. ഉണ്ട് ഡോക്ടർ. പിന്നങ്ങ് തട്ടിയരേ. ഡോക്ടർ, ഒന്നും നോക്കണ്ടെന്നേ, ആണുങ്ങൾക്ക് അഭിമാനമാണ് വലുത്. അടുത്ത പേഷ്യന്റ് ആരാണെന്ന് നോക്കാം. ഹലോ ഡോക്ടറെ, പറയൂ. ഡോക്ടറെ, എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ല ഡോക്ടറെ. സ്വന്തമായിട്ടൊരു പേരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ. അതുണ്ട്, ബിനു. ബിനു പറയൂ. എനിക്ക് തീരെ വണ്ണില്ല. എങ്ങനെങ്കിലും വണ്ണം വെക്കാനുള്ള മരുന്ന് തരുമോ? ബിനുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പരിപാടിയെങ്കിലും കണ്ടിട്ടുണ്ടോടെ? ഇല്ല. അതിന്റെ ഉഴപ്പാണ്. ബിനു, നീ എന്നെ വന്നൊന്ന് നേരിട്ട് കാണുമ്പോ ബിനുവിനെ കാട്ടി ഉണങ്ങി ഒട്ടിയിരിക്കുന്ന ഒരു സാധനത്തിനെ ഇവിടെ കാണാം. അത് കാണുമ്പം ബിനുവിന് ആശ്വാസം കിട്ടും. ബിനു എന്നെ അസുഖത്തിന് വിളിച്ചതല്ല, ആക്കാൻ വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി തുടരുന്നു. അടുത്ത പേഷ്യന്റ് ആരാണെന്ന് നോക്കാം. ഡോക്ടർ, ഞാൻ നേരത്തെ വിളിച്ച അധോലോകം. അയ്യോ, പേര് പറയണ്ട, 1/2 മണിക്കൂർ പോയി കിട്ടും. എന്താ അധോലോകം, ഭാര്യയെ കൊന്നോ? ഡോക്ടർ പറഞ്ഞ പോലെ തോക്കെടുത്ത് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ടും അവൾക്ക് ഒരു കൂസലുമില്ല ഡോക്ടർ. അവള് കുറെ നൈറ്റ് എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് പറയുക, ഇത് കഴുകിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ചോറ് തരില്ലാന്ന്. എന്നിട്ട് 8 നൈറ്റ് കഴുകി ഡോക്ടർ. ഇനി 4 എണ്ണം കൂടെ കഴുകിയാൽ രാത്രിയിലത്തെ ചോറ് ഓക്കെ.
എന്നെ കൊണ്ട് പറ്റുന്നില്ല ഡോക്ടർ. ഈ പേടി മാറാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വീട്ടില് മെയിൻ സ്വിച്ച് ഉണ്ടോ? ഉണ്ട് ഡോക്ടർ. അതിലൊരു പച്ചയും മഞ്ഞയും വയറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഡോക്ടർ. ആ പച്ച വയർ ഇങ്ങനെ പിടിച്ചിട്ട് ചുമന്ന വയർ ഇങ്ങനെ കടിച്ചു പിടിക്കുക. അയ്യോ ഡോക്ടർ, അപ്പൊ ഞാൻ കറണ്ട് അടിച്ച് ചത്തുപോകൂലേ ഡോക്ടർ? താനൊക്കെ ചാവനോടോ? താനൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? വെറുതെ ആണുങ്ങളുടെ വില കളയാനായിട്ട്. ഡോക്ടറെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്ന് പുറത്തോട്ട് വരാമോ? പരിപാടി കൊണ്ട് കയറിയെന്ന് തോന്നുന്നു. വേണ്ട ആളുകളൊക്കെ തിരക്കി ഇങ്ങോട്ട് വരുന്നു. 1 മിനിറ്റ് ബ്രേക്ക്.